സ്റ്റീഫൻ ഫ്ലെമിങ്ങിന് ശേഷം CSKയുടെ പുതിയ ഹെഡ് കോച്ച് ആരായിരിക്കും? അതിനൊരു അപ്രതീക്ഷിത പേര് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ഇംഗ്ലണ്ടിന്റെ ലോകകപ്പ് ജേതാവ് മുൻ ക്യാപ്റ്റൻ ഓയൻ മോർഗൻ. അതിലും കൗതുകകരമായ കാര്യം എന്താണെന്നോ, ഈ പേര് മുന്നോട്ട് വച്ചത് മറ്റാരുമല്ല, CSKയുമായി ഏറെ അടുത്ത ബന്ധമുള്ള രവിചന്ദ്രൻ അശ്വിൻ തന്നെയാണ്. അശ്വിൻ പറഞ്ഞത് ഓയൻ മോർഗന്റെ പേര് CSKയുടെ പുതിയ ഹെഡ് കോച്ച് സ്ഥാനത്തേക്ക് ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്നാണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം പറയണം, മോർഗൻ CSKയുടെ പുതിയ കോച്ചായി നിയമിക്കപ്പെട്ടു എന്നല്ല വാർത്ത. ഇപ്പോൾ ഇത് ശക്തമായി ഉയർന്നു വരുന്ന ഒരു സാധ്യത മാത്രമാണ്. CSKയുടെ ചരിത്രത്തിൽ സ്റ്റീഫൻ ഫ്ലെമിംഗ് എന്ന പേര് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ആരാധകർക്കും പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. MS ധോണി ക്യാപ്റ്റനായിരുന്ന കാലം മുതൽ CSKയുടെ വിജയയാത്രയിൽ ഫ്ലെമിംഗ് ഒരു പ്രധാന ഭാഗമായിരുന്നു. പക്ഷേ IPL 2026 നിരാശാജനകമായ പ്രകടനത്തിന് പിന്നാലെ CSKയും ഫ്ലെമിംഗും വഴിപിരിഞ്ഞു. അതോടെ സ്വാഭാവികമായും അടുത്ത ചോദ്യം ഉയർന്നു, ഫ്ലെമിംഗിന്റെ പകരക്കാരൻ ആര്? അവിടെ നിന്നാണ് ഓയൻ മോർഗന്റെ പേര് വരുന്നത്. ഓയൻ മോർഗൻ എന്ന പേര് ക്രിക്കറ്റ് ആരാധകർക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. 2019 ഏകദിന ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ കിരീടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ് മോർഗൻ. ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിക്കറ്റ് വിജയങ്ങളിൽ ഒന്നായിരുന്നു അത്. അതുകൊണ്ട് മോർഗന് ഒരു സാധാരണ മുൻ ക്രിക്കറ്റ് താരത്തിന്റെ പരിചയമല്ല ഉള്ളത്. ഒരു ടീമിനെ പുനർനിർമ്മിക്കാനും വലിയ സമ്മർദ്ദത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും ഒരു ലോകകപ്പ് ജയിക്കാനും കഴിയുന്ന ക്യാപ്റ്റനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ CSK പോലൊരു ഫ്രാഞ്ചൈസിക്ക് മോർഗൻ അനുയോജ്യനാകുമോ എന്ന ചർച്ച വളരെ പ്രസക്തമാണ്. ഇവിടെ മറ്റൊരു കൗതുകരമായ കാര്യമുണ്ട്. മോർഗന് IPL അനുഭവമുണ്ട്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം. 2021 ടീമിനെ IPL ഫൈനൽ വരെ എത്തിച്ചിരുന്നു. അതായത് ഇന്ത്യൻ സാഹചര്യങ്ങളും IPLന്റെ രീതികളെയും അദ്ദേഹം പരിചയപ്പെട്ടിട്ടുള്ള ആളാണ്. അതേസമയം CSKയ്ക്ക് വേണ്ടത് ഒരു കോച്ച് മാത്രമല്ല, ഒരു ട്രാൻസിഷൻ കോച്ചായിരിക്കണം. കാരണം CSK ഇപ്പോൾ വലിയൊരു മാറ്റത്തിന്റെ ഘട്ടത്തിലാണ്. ധോണി എറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ടീം മാറുകയാണ്. രുദ്രാജ് ഗൈക്വാദ് ആണ് ടീമിന്റെ ക്യാപ്റ്റൻ. യുവതാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഘട്ടമാണ്. അതിനൊപ്പം CSKയുടെ പഴയ വിജയ സംസ്കാരം നിലനിർത്തുകയും വേണം. ഇങ്ങനൊരു സാഹചര്യത്തിൽ വലിയ അന്താരാഷ്ട്ര പരിചയമുള്ള ഒരു മുൻ ക്യാപ്റ്റനെ കൊണ്ടുവരുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് മൂവായിരിക്കും. പക്ഷേ ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്, ഓയൻ മോർഗന് ടോപ്പ് ലെവൽ കോച്ചിങ് എക്സ്പീരിയൻസ് എത്രത്തോളമുണ്ട്? ഇതാണ് അദ്ദേഹത്തിനെതിരെയുള്ള പ്രധാന വാദം. ഒരു മികച്ച ക്യാപ്റ്റനായിരിക്കുക എന്നതും ഒരു മികച്ച ഹെഡ് കോച്ച് ആയിരിക്കുക എന്നതും ഒരു കാര്യമല്ല. കളിക്കാരെ നയിക്കുന്നതും ഒരു വലിയ കോച്ചിങ് സ്റ്റാഫിനെ നിയന്ത്രിക്കുന്നതും ഓപ്ഷൻ സ്ട്രാറ്റജി രൂപപ്പെടുത്തുന്നതും പ്ലേയേഴ്സിന്റെ റോൾസ് തീരുമാനിക്കുന്നതും ദീർഘകാല ടീം ബിൽഡിംഗ് നടത്തുന്നതും ഇവയെല്ലാം വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങളാണ്. മോർഗന് ലീഡർഷിപ്പ് എക്സ്പീരിയൻസ് ധാരാളമുണ്ട്. പക്ഷേ ഹയസ്റ്റ് ലെവലിൽ ഹെഡ് കോച്ച് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ക്രെഡൻഷ്യൽസ് ഇപ്പോഴും പരിമിതമാണ്. അതുകൊണ്ട് CSK അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുമോ എന്നത് വലിയൊരു ചോദ്യമാണ്. എന്നാൽ അശ്വിൻ പറഞ്ഞത് ഇവിടെ അവസാനിക്കുന്നില്ല. മോർഗൻ മാത്രമല്ല, മറ്റൊരു വലിയ ഇംഗ്ലീഷ് പേരും ഈ ചർച്ചയിൽ വരുന്നുണ്ട്, ബ്രണ്ടൻ മക്കല്ലം. ഇംഗ്ലണ്ടിന്റെ വൈറ്റ് ബോൾ ടീമുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മക്കലമിന്റെ അഗ്രസീവ് ക്രിക്കറ്റ് ഫിലോസഫി എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ കോച്ചിങ് സ്റ്റൈൽ തന്നെ വ്യത്യസ്തമാണ്. ഫിയർലെസ് ക്രിക്കറ്റ്, പോസിറ്റീവ് ക്രിക്കറ്റ്, പ്ലേയേഴ്സിനെ സ്വതന്ത്രമായി കളിക്കാൻ അനുവദിക്കുന്ന സമീപനം. CSKയുടെ ട്രഡീഷണൽ രീതിയുമായി അതെങ്ങനെ ചേരും എന്നതും കൗതുകരമായ ചോദ്യമാണ്.